ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം നമ്മുടെ ഒരു 100 ദിവസത്തെ രേണു സുധിയുടെ കണ്ടന്റ് ആണ് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ അവസാനം ലാലേട്ടൻ അവസാനിപ്പിച്ചു കൊടുത്തത്. വേറൊന്നുമല്ല, നമ്മുടെ അക്ബർ ഖാൻ രേണു സുധി ഇഷ്യൂവിന് ഒരു അവസാനം കുറിച്ചിരിക്കുകയാണ്. ഫൈനലി അക്ബർ ഖാൻ മാപ്പ് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ഒരു കണ്ടന്റ് ആയിക്കോട്ടെ, പുറത്തെ രേണു സുധിയുടെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് റീച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലും നടത്തും അല്ലെങ്കിൽ നടക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കഴിയുമ്പോൾ പ്രേക്ഷകർ പുറത്ത് ചർച്ചയാകും. അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും ചർച്ചയാകും. അത് വലിയൊരു സംഭവമായി മാറുമെന്നൊക്കെ കരുതിയാണ് ബിഗ് ബോസിന്റെ ടീം രേണു സുധിക്ക് ഈ ഒരു സീസണിൽ അവസരം കൊടുത്തത്. എന്നാൽ അവസരം കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. ബിഗ് ബോസിനുള്ളിൽ വന്നു കഴിഞ്ഞ് രേണു സുധി അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ആകെ ഒന്നോ രണ്ടോ തവണ വുമൺ കാർഡുമായി പുറത്തിറങ്ങിയതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടില്ല. ഈ ഒരു അക്ബർ ഖാന്റെ ഈ ഒരു ഇഷ്യൂയും പറഞ്ഞ് 2 ആഴ്ച ഓടിച്ചു. അപ്പം ആ ഒരു ബിഗ് ബോസ് ആ ഒരു കണ്ടന്റ് കൊടുത്തത് തന്നെ നമുക്കറിയാം. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ കൂടുതൽ മോശമായിട്ടുള്ള വാക്കുകൾ ബിഗ് ബോസിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സീസണിൽ പോലും പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ബിഗ് ബോസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നു. രേണു സുധിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നടന്നു. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചർച്ച നടക്കട്ടെ എന്ന് കരുതിയും പിന്നെ വുമൺ കാർഡൊക്കെ ഇറക്കി കഴിയുമ്പോൾ കുറെ ആൾക്കാരുണ്ടല്ലോ അതിന്റെ പുറകെ വാലും പിടിച്ച് തൂങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നടന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച ആയിക്കൊള്ളട്ടെ എന്ന് കരുതി ബിഗ് ബോസ് ഇത് ഒരാഴ്ചത്തെ അവസരം കൂടെ കൊടുത്ത് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നും കരുതി. പക്ഷെ ആ ഒരു അവസരങ്ങളും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനൊന്നും രേണു സുധിയെ സംബന്ധിച്ച് സാധിച്ചില്ല. നമ്മുടെ ശാരികയുടെ വാക്കും കേട്ടിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. വല്ലവരും പറയുന്നത് കേട്ട് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി അക്ബർ ഖാനോട് പ്രതികരിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ മാപ്പ് കൊടുക്കില്ല. പലതവണ ക്യാമറയിൽ പറഞ്ഞു എനിക്ക് ഭയങ്കര വേദനിച്ചു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഡ്രാമകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കണ്ടത്. അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയും കണ്ടത് ഇതൊക്കെ തന്നെയായിരുന്നു. അതിനൊരു എൻഡാണ് ഇന്നലെ ലാലേട്ടൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നടത്തിയിരിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് തന്നെയാണ്. ബിഗ് ബോസ് ഒന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂടി വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ആഴ്ച എവിക്ഷനിലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ കൊടുക്കും. അതിലപ്പുറമൊന്നും ഇതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സംഭവത്തെ പറ്റി രേണു സുധി വിചാരിച്ച് അക്ബർ ഖാൻ എന്തോ പണിഷ്മെന്റ് കൊടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ പുറത്താക്കും, അല്ലെങ്കിൽ അതിനടുത്ത് എന്തെങ്കിലും നടപടികൾ എടുക്കും, ആ ഒരു കണ്ടന്റ് പിടിച്ച് മാക്സിമം ഓടിക്കാന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നു. ബട്ട് അതെന്താണെന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്തത് നന്നായി. പുതിയ കണ്ടന്റ് പിടിക്കട്ടെ. കാരണം അതും പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ പോയി എനിക്ക് ഭയങ്കര വേദനിച്ചു, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി, ഞാൻ ഒരിക്കലും അക്ബർ ഖാൻ മാപ്പ് കൊടുക്കില്ല. ഇപ്പം അക്ബർ ഖാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്ററിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ കുറച്ചും കൂടെ പുറത്തേക്ക് ഇറങ്ങാം, ഫ്രീ ആയിട്ട് തന്നെ ഇറങ്ങാം. അക്ബർ ഖാനെ സംബന്ധിച്ച് ഒരു നല്ലൊരു ഗെയിമർ കൂടിയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം, പുള്ളിയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് തെറ്റ് ചെയ്തു, തെറ്റുപറ്റിപ്പോയി, മാപ്പും പറഞ്ഞു. അതിൽ കൂടുതലൊന്നും പുള്ളിയെ സംബന്ധിച്ച് ചെയ്യാൻ അതിനകത്തില്ല. ആ ഒരു കണ്ടന്റ് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ലാലേട്ടൻ കൂടി പറഞ്ഞ് എല്ലാവരുടെ അഭിപ്രായം കൂടി തിരക്കി. പിന്നീട് മനസ്സിലായി രേണു സുധിക്കും ഇത് കൂടുതൽ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. ലാലേട്ടനും പറഞ്ഞു പുറത്തത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി. ലാലേട്ടൻ പറഞ്ഞതുകൊണ്ട് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സംഭവം അവസാനിപ്പിച്ചു. എന്താണെങ്കിലും നല്ലൊരു കാര്യം തന്നെ. ആ ഒരു കണ്ടന്റ് അങ്ങനെ അവിടെ അവസാനിച്ചു. ഇനി പുതിയ കണ്ടന്റുകൾ പിടിക്കട്ടെ. നമ്മുടെ ബിഗ് ബോസിന്റെ ടീം ഏഷ്യാനെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ അനാവശ്യമായിട്ട് അവര് പല കണ്ടസ്റ്റന്റിനെയും പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നന്നാകുമെന്ന് തോന്നുന്നു. മോശം കണ്ടസ്റ്റന്റ്സിനെയൊക്കെ തന്ത്രപൂർവ്വം സേവ് ചെയ്തുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റന്റ്സിനെ വിഷനിലേക്ക് ഇട്ടുകൊടുക്കുന്ന പരിപാടിയും സേവ് ചെയ്ത് ഇതുപോലെ ഒരു കണ്ടന്റും കൊടുക്കാത്ത ആൾക്കാരെ പുറത്തേക്ക് വിടുക. വെറുതെ അനാവശ്യമായിട്ട് കുറെ കാർഡുകളും വിക്ടിം കാർഡുകളും വുമൺ കാർഡുകളും കരച്ചിൽ നാടകവുമൊക്കെ ആയിട്ട് കുറെ പേര് രേണു സുധിയെ പോലെ ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.